ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഉത്രാട ദിവസത്തെ ഒരു ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫായിട്ടാണ്. മുഴുവനായിട്ടൊന്നുമില്ല, എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പണിയുണ്ടാവും. എനിക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ 1 മണിക്കൂർ ചെയ്യേണ്ട ജോലി 1.5 മണിക്കൂറിൽ കൂടുതൽ എടുക്കും കേട്ടോ, വീഡിയോയും കൂടെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് എൻ്റെ കുളിയും വെളുക്ക് കൊളുത്തലും ഒക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നേ, അതുകൊണ്ട് ഞാൻ അകവും കൊലായി മാത്രം ഒന്ന് അടിച്ച് തുടയ്ക്കലാണ് ചെയ്തത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിയുമ്പോഴേക്ക് മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വേഗം വീടിൻ്റെ മുൻഭാഗം മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിതാ പൂക്കളിടാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ആദ്യം ഇന്നലത്തെ പൂക്കളൊക്കെ മാറ്റി പൂത്തറ കരി വെച്ച് മെഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ ചാണകം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പൂക്കളൊക്കെ അരിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊടിയിൽ പോയിട്ട് വെളിയിലാണ് പറിച്ചെടുക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഈലയ്ക്ക് പറയുക? ഞങ്ങളിതിന് വെളിയില എന്നാണ് പറയാറ്. പൂക്കൾ ഒരുക്കുമ്പോഴും പച്ച നിറത്തിനായിട്ട് ഈ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. ഇന്ന് ഉത്രാടമായതുകൊണ്ട് ഞങ്ങൾ പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളിത് അവിടെ നിന്ന് പറിച്ചിട്ടൊക്കെയാണ് ഇടാറുള്ളത്. അപ്പം ഞാൻ അരിയാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ മാറ്റി വെക്കുകയാണ്. അപ്പം ഞാൻ വേഗം അരിയാനുള്ള പൂക്കളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പൂക്കളൊക്കെ അരിഞ്ഞ് പകുതിയായപ്പോഴേക്ക് സിയേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പൂക്കളൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ പൂക്കളൊക്കെ അരിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം പൂക്കളം ഒരുക്കാനാണ് നോക്കുന്നത്. ഇപ്പം സമയം ഒരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അങ്ങനെ പൂക്കളയിടലൊക്കെ പകുതി ആകുമ്പം തന്നെ ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടോ. പിന്നെ കുടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് തീർത്തത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഉത്രാടപ്പൂക്കളം? പൂക്കളയിടലൊക്കെ പെട്ടെന്ന് കഴിയേ. പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാനേ കുറച്ച് സമയം എടുത്തത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നോക്കുന്നത്. ഉപ്പുമാവാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. ഞങ്ങൾ പൂക്കളിട്ട് കഴിയുമ്പോഴേക്ക് ഏട്ടൻ്റെ ചായക്കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ചായക്കുടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയ്യോടെ തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തണയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് പുറത്ത് പോവുകയാണേ. ഞങ്ങളുടെ മിക്സി ഇന്നലെ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തിക്കുകയാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ പോകുന്നത്. ഇന്ന് ഉത്രാടമായതുകൊണ്ട് ഏട്ടനും ലീവാണ്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ തിരുവോണം ഏട്ടൻ്റെ വീട്ടിലാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ഉത്രാടമാണ് ഞങ്ങൾ ചെറുതായി ഒന്ന് ആഘോഷിക്കുന്നത്. ആ ആഘോഷം എന്നൊന്നും പറയാനില്ല, ഞങ്ങൾ സദ്യ ഉണ്ടാക്കും, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും, അത്രയേ ഉള്ളേ. പിന്നെ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം ഫാമിലി ഉണ്ട്. അവർ അവരുടെ പെരുന്നാളിനൊക്കെ ഞങ്ങൾക്ക് ബിരിയാണി അതുപോലെ പലഹാരങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഓണായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ അവർക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്ന സദ്യേൻ്റെ എല്ലാ പങ്കും കൊടുക്കാറുണ്ട് കേട്ടോ. ആദ്യം ഞാനിതാ സദ്യയിലെ വിഭവങ്ങളുടെ ഓരോന്നിനും വേണ്ട പച്ചക്കറികളൊക്കെ അരിഞ്ഞ് മാറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം വേണ്ടതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനൊക്കെ വേണ്ട തേങ്ങ ചിരകി എടുക്കുകയാണ്. ചിരകി വെക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളേ. ഇതിനി അരയ്ക്കണമെങ്കിൽ ഏട്ടൻ മിക്സി നന്നാക്കി കൊണ്ടുവരണേ. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് കാബേജ് ഉപ്പേരിയാണ്. അതിന് പിന്നെ തേങ്ങ അരയ്ക്കൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. ഇവിടെ സിയമോൾക്കാണ് കാബേജ് ഉപ്പേരി ഒരുപാട് ഇഷ്ടം. ഞാനിതിൽ കാബേജ്, വലിയുള്ളി, തേങ്ങ, ക്യാരറ്റ്, പച്ചമുളക് എന്നിവയൊക്കെയാണ് ചേർത്തത്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഓലനാണ്. മമ്പയർ ഞാൻ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ മമ്പയറും ഇളവനും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഞാനിതാ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തേങ്ങാപ്പാൽ ഏട്ടൻ വന്നിട്ടേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, മിക്സി കൊണ്ടുവരണമല്ലോ. സാമ്പാറും ഞാനിതാ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പം പച്ചക്കറികളും അതുമാതിരി മസാലപ്പൊടികളൊക്കെ ഇട്ട് ഞാൻ പരിപ്പ് ഇട്ടിട്ട് ഞാനിതാ വേവിച്ചെടുക്കുകയാണ്. വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും വേവ് കുറവായതുകൊണ്ട് ഇതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് വെച്ച് വേവിക്കുകയാണ്. അപ്പോഴേക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏട്ടൻ മിക്സി കൊണ്ടുവന്നേരം ഞാൻ അരവൊക്കെ അരച്ചെടുക്കുകയാണ്. ഏട്ടൻ എന്നെ അടുക്കളയിൽ ഉള്ളി നന്നാക്കാനും ചെറിയുള്ളി നന്നാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ പായസവും റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ നേരത്തെ വാർത്ത് വെച്ചിനെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സദ്യേൻ്റെ വിഭവങ്ങൾ. ഇതൊക്കെ ആയാൽ തന്നെ ഞാൻ വേഗം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള താത്തയ്ക്ക് എല്ലാം ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ ദാ സദ്യയുടെ വിഭവങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ സദ്യ കഴിക്കാൻ പോവാണ്. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നിലത്തിരുന്ന് ഇലയിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. സിയത എനിക്കൊക്കെ എടുത്ത് തരുന്നുണ്ട്. ഞാനൊക്കെ ദാ ആദ്യമേ ചോറൊഴിച്ച് ബാക്കിയെല്ലാം വിളമ്പി വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണം വിഷു ഒന്നും ആഘോഷിച്ചിട്ടില്ലേ. ഞങ്ങളുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം സിയ നല്ല എക്സൈറ്റഡ് ആണ്. ഓണം ഉണ്ടായതുകൊണ്ട് അവൾക്ക് ഓണത്തിന് പൂക്കളിടുക എന്ന് പറഞ്ഞത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. വിഷുവിനേക്കാട്ടും ഇഷ്ടം അവൾക്ക് ഓണമാണ്. അങ്ങനെ ആ വിഭവങ്ങളൊക്കെ വിളമ്പി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇരുന്നേ സദ്യ കഴിക്കാനായിട്ട്. ഇത്തവണ ഏട്ടനും ലീവായതുകൊണ്ടാണ് ഞങ്ങൾ ഉത്രാട ദിനത്തിൽ ഇങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കിയത്. ഏട്ടന് ലീവില്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പോലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാനും ഏട്ടനും ഇതാ വേഗം സദ്യ കഴിച്ച് കഴിഞ്ഞ് സിയ അവിടെ അത് വെച്ചിരിക്കുകയാണ്. സദ്യ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞാൽ ഒരു യുദ്ധം നടന്ന പോലെയായിരുന്നു കേട്ടോ എൻ്റെ കിച്ചന്. ആദ്യം തന്നെ ഞാൻ ഈ ഗ്യാസ് വെക്കുന്ന ഏരിയയൊക്കെയാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുന്നത്. പതച്ച് തൂത്തതും പിന്നെ കറി തൂത്തതും ആയതൊക്കെ ഒരുപാട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട്. പാത്രം കഴുകുന്നതിൻ്റെ തണേൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പാത്രങ്ങളായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇടയ്ക്ക് സിയ വന്ന് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഓരോ പാത്രങ്ങളൊക്കെ ഉണങ്ങാനായിട്ട് പുറത്ത് കൊണ്ടുവെക്കാനായിട്ട്. അതുകൊണ്ട് കേട്ടോ എൻ്റെ പാത്രം കഴുകൽ പെട്ടെന്ന് തീർന്നത്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് വടിച്ച് തുണി കൊണ്ട് ആ തണയൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ ആ അടുക്കളയൊക്കെ ഒന്ന് നന്നായി അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ കുളിയൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞുകൊണ്ട് ഞാൻ കല്ല് തിരുമ്പാനുള്ളത് അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ മിഷനിലിട്ടാണ് ഇന്ന് അലക്കിയത്. അടുക്കളയിലെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മിഷനിലെ അലക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് കയ്യോടെ തന്നെ മുകളിൽ കൊണ്ടിടാൻ പോവുകയാണ്. ഇതൊക്കെ ഞാൻ ഇന്നലെ അലക്കി ആറിയിട്ട തുണികളാണ്. ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും ഉണങ്ങി കിട്ടിയിട്ടില്ലായിരുന്നു. ഇതൊക്കെ ഇനി എടുത്തിട്ട് വേണം എനിക്ക് ഇന്നത്തെ തുണിയൊക്കെ ഇവിടെ ആറിയിടാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയ തുണികളൊക്കെ എടുത്തേരെ പിന്നെ ഞാൻ ഇന്ന് അലക്കിയ തുണിയൊക്കെ അവിടെ ആറിയിട്ടേ. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞേരെ പിന്നെ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് രാത്രിയാണ്. ഏട്ടൻ ഞങ്ങൾക്ക് തിരുവോണത്തിനിടാനുള്ള പൂക്കളൊക്കെ രാത്രി തന്നെ വാങ്ങി തന്നിരുന്നേ. അപ്പം ഞാനും സിയും കൂടെ പൂക്കളൊക്കെ ഒന്ന് പിച്ചി വെക്കും അതുപോലെ അരിഞ്ഞു വെക്കാനൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.